ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ദ മോസ്റ്റ് സ്ട്രഗ്ലിംഗ് ഫേസ് ഓഫ് മൈ ലൈഫ് ദറ്റ് വാസ് ഫ്രം മെയ് 2021 ടു സെപ്റ്റംബർ 2021. അപ്പോൾ ഈ ഒരു കാലഘട്ടം എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ഫേസ് ആയത് എന്നുള്ളത് ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ വരുത്തിയായിരുന്നെങ്കിൽ അത്രയ്ക്കും സ്ട്രഗ്ലിംഗ് ആയിരിക്കത്തില്ലായിരുന്നു ആ ഒരു സമയം ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് ആദ്യമേ സ്ട്രഗിൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതിൽ നിന്ന് ഞാൻ പഠിച്ച ലെസൺസ് എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് us ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. നമ്മളിവിടെ ആദ്യമായിട്ട് US വരുമ്പോൾ തന്നെ നമുക്ക് അറിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വിവിന് എന്തായാലും കുറച്ച് നാളത്തേന് ഒരു 4 to 5 months ആ ഒരു സമയത്തിന് നാട്ടിലോട്ട് പോകേണ്ടി വരും എന്നുള്ള കാര്യം വെരി എക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളുടെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ US വന്നു കഴിഞ്ഞിട്ട് ഞാനും കൊച്ചു ഇവിടെ ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് ബിബിൻ നാട്ടിൽ പോവും, എന്നിട്ട് പോയിട്ട് തിരിച്ചു വരാം. അതൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ. ബട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഞങ്ങൾ ഇവിടെ വന്നു വിത്തിൻ കപ്പിൾ ഓഫ് മന്ത്സ് ആയപ്പോൾ തന്നെ ഇനി ഒരു കൊറോണ ആ ഒരു സമയമൊക്കെയാണ്, ചിലപ്പോൾ ഇനി ഒരു ലോക്ക്ഡൌണും കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കാൻ തുടങ്ങി. അപ്പൊ ഇനി ഒരു ലോക്ക്ഡൌണും കൂടെ വന്നാൽ എയർപോർട്ടൊക്കെ ക്ലോസ് ആവും, ഇന്റർനാഷണൽ ട്രാവൽ ഒന്നും നടക്കത്തില്ല, തിരിച്ച് നാട്ടോട്ട് പോകാൻ പറ്റത്തില്ല ബിബിന്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ഹിസ് ജോബ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 2 മാസത്തിനുള്ളിൽ തന്നെ തിരിച്ച് ബിബിന് നാട്ടിലോട്ട് പോകണം എന്നൊരു സിറ്റുവേഷനിലോട്ട് വന്നു. അപ്പൊ ഞങ്ങള് ഈ തീരുമാനമൊക്കെ എടുക്കുന്ന ഒരാഴ്ചയ്ക്ക് ഉള്ളിലാണ് കേട്ടോ. തിരിച്ച് ബിബിൻ നാട്ടിലോട്ട് പോകാന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്ന ഒരാഴ്ചക്കുള്ളിലാണ്. ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബട്ട് വി ഹാവ് നമ്മുടെ കുച്ചുണ്ട്. കുച്ചുവിന് അന്ന് വെറും 2.5 വയസ്സേ ഉള്ളൂ പ്രായം. അപ്പൊ കുച്ചുവിനെ എന്ത് ചെയ്യുന്നുള്ള ഒരു ഭയങ്കര ഒരു ചോദ്യചിഹ്നം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആദ്യമേ വിചാരിച്ചു ഓക്കെ, കുച്ചുവിനെയും ബിബിന്റെ കൂടെ അങ്ങ് നാട്ടി വിടാം. കാരണം ഞാൻ ഇവിടെ ഒട്ടും സെറ്റിൽഡ് അല്ല, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഐ വാസ് വെരി ന്യൂ ഹിയർ. ലൈക്ക് ഞാൻ ഇവിടെ ഡ്രൈവ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഡ്രൈവിംഗ് ചെയ്യാണ്ട് നമുക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകത്തില്ല. അന്ന് ഞങ്ങൾ ഉണ്ടായിരുന്ന ക്ലീവ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇസ് വെരി വീക്ക്. ബസ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും അങ്ങനെ ഒന്നും ഇല്ലെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് വെരി വെരി ലെസ് ആയിരുന്നു. പിന്നെ നമുക്ക് കാർ ഇല്ലാണ്ടൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ വന്നിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ കാർ മേടിച്ചു. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈവൻ ദോ ഞാൻ നാട്ടിൽ ഡ്രൈവ് ചെയ്യും, എനിക്ക് കാർ ഓടിക്കാനൊക്കെ അറിയാമെങ്കിലും ഇവിടെ വന്നിട്ട് എന്തോ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനീഷ്യലി ഇവിടെ കാർ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. ലൈക്ക് ഇവിടുത്തെ ട്രാഫിക് റൂൾസ് ഒക്കെ ഓർക്കുമ്പോൾ എന്തോ എനിക്കൊരു പേടിയായിരുന്നു കാർ എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ 2 മാസമായിട്ടും നമ്മൾ കാർ മേടിച്ചെങ്കിലും ഞാൻ കാർ ഡ്രൈവ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ബിബിൻ നാട്ടിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോഴത്തേനും ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി സ്റ്റക്ക്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ, എങ്കിൽ കുച്ചുവിനെ കൂടെ കൊണ്ടുപോകാം, കുച്ചുവിനെ ബിബിന്റെ കൂടെ വിടാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുച്ചുവിനും ബിബിനും ഉള്ള ടിക്കറ്റും എടുത്തു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒരാഴ്ചക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഐ തിങ്ക് വി ടുക്ക് ഹിസ് ടിക്കറ്റ് ഓൺ തേഴ്സ്ഡേ കുച്ചുവിനുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. എനിക്ക് പറ്റുന്നില്ല. ലൈക്ക് കുച്ചു വാസ് ഓൺലി 2.5 years old at that time. ഈ 2.5 വർഷവും ഞാൻ ഇവിടെ അമേരിക്ക വന്നിട്ട് 2 മാസം പോസ്റ്റ് ഡോഗ് ആയിട്ട് ലാബിൽ പോകുന്ന സമയത്താണ് ഫസ്റ്റ് ആയിട്ട് ഞാനും കുച്ചു ഇച്ചിരി കുറച്ചു നേരം ഡേ ടൈമിലെങ്കിലും കുറച്ചു നേരം മാറി നിൽക്കുന്നത്. ബാക്കി ഈ ഒരു 2.5 വർഷവും എന്റെ വയറ്റിൽ നിന്ന് അവൻ പുറത്തോട്ട് വന്നെങ്കിലും വി വെയർ ലിറ്ററലി ടുഗദർ. വി ബോത്ത്, ഞങ്ങൾ രണ്ടും എപ്പോഴും ഒരുമിച്ചാണ്. ഓരോ ശ്വാസത്തിലും അവൻ എൻ്റെ കൂടെ ഉണ്ട്, അവൻ്റെ കൂടെ ഞാനുണ്ട്. അങ്ങനെയായിരുന്നു ഈ ഒരു 2.5 വർഷവും. അപ്പൊ പെട്ടെന്ന് ഇവൻ ഇനി 4 മാസം എൻ്റെ കൂടെ ഇല്ലെന്ന് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് അങ്ങ് പറ്റുന്നേ ഇല്ല. അപ്പൊ ഞാൻ ആലോചിച്ചു എനിക്ക് ഇത്രയും പറ്റുന്നില്ല, അപ്പൊ ഇനി കുച്ചുവിനത് എന്തെങ്കിലും ഒരു ട്രോമയാവോ, അത് അവനൊരു ഫ്യൂച്ചറിൽ ഒരു ഷോക്ക് ആവോ എന്നൊക്കെ ആലോചിച്ചപ്പം എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ ബിബിനോട് പറഞ്ഞു, സാരമില്ല, എന്ത് സ്ട്രഗിൾ എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, കുച്ചു ഇവിടെ എൻ്റെ കൂടെ നിന്നോട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം, ഞാൻ കരഞ്ഞ് കാലൊടിച്ച് കുച്ചു ഇവിടെ നിന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മള് കുച്ചുവിന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. കുച്ചുവിനെ നമ്മുടെ കൂടെ എൻ്റെ കൂടെ ഇവിടെ നിർത്താം, ബിബിൻ ഒറ്റയ്ക്ക് പോയിട്ട് വരട്ടെ എന്നുള്ള ഒരു തീരുമാനമായി. അങ്ങനെ തേഴ്സ്ഡേ എടുത്ത ടിക്കറ്റ് തേഴ്സ്ഡേ തന്നെ അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻസൽ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേ, ഇനിയിപ്പം നമുക്ക് 3 ദിവസമാണ് കയ്യിലുള്ളത്. ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. മൺഡേ ഏർലി മോർണിംഗ് ബിബിന്റെ ഫ്ലൈറ്റ് ആണ്, ബിബിൻ തിരിച്ച് നാട്ടിൽ പോവാണ്. ഇപ്പൊ ഈ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ കൊണ്ട് ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് എനിക്ക് തന്നെ അറിയത്തില്ല, ബിബിനും അറിയത്തില്ല. സോ ഫ്രൈഡേ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് കുച്ചുവിന് ഒരു ഡേ കെയർ കണ്ടുപിടിച്ചു. കാരണം കുച്ചുവിന് ഇവിടെ നിൽക്കാൻ പോകണം, ഹി നീഡ്സ് എ ഡേ കെയർ. ആ ഒരു സമയം എന്ന് പറയുന്ന എന്താ പറയുന്ന ഡേ കെയർ ഒക്കെ, ചുറ്റിനുള്ള ഡേ കെയർ ഒക്കെ ഏകദേശം ഫില്ലായി. ഇത് ഇൻ ബിറ്റ്വീൻ ഒരു സമയമല്ലോ, ഓപ്പണിംഗ് ഒന്നും ഉള്ള സമയമല്ല. ഡേ കെയർ ഒക്കെ ഫില്ലായി. എൻ്റെ ഒരു ഭാഗ്യത്തിന് ലൈക്ക്
എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് അടുത്തായിട്ട് തന്നെ ഞങ്ങൾക്ക് കൊച്ചിനൊരു ഡേ കെയർ, ആ ഒരു ഡേ കെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേക്കൻസി. അവിടെ ഞങ്ങൾക്ക് കൊച്ചിന് ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിന് അവിടെ നമ്മൾ അഡ്മിഷൻ എടുത്തു. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഇവൻ ആദ്യമായിട്ട് ഡേ കെയറിൽ പോകുന്നു, അപ്പത്തേനും ഇതുവരെ പോയിട്ടില്ല. അപ്പൊ എനിക്ക് അവൻ അക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവൻ വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എൻ്റെ ലാബ് 14 15 അങ്ങനെ എത്രയോ മുകളിലത്തെ ഒരു നിലയിലാണ്. അപ്പൊ ആ എൻ്റെ ലാബിലെ ജനലിൽ നിന്ന് നോക്കുമ്പോഴത്തേനും കുച്ചുവിന്റെ ഡേ കെയറിന്റെ കുറച്ച് ഭാഗമൊക്കെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ബട്ട് നടക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി റിലാക്സ്ഡ് ആയിട്ട് നടക്കുവാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്സ് എങ്ങനെയായാലും നടക്കാം, 20 to 25 മിനിറ്റ്സ് നടക്കണം. അല്ലാണ്ട് ഓടിപ്പിടിച്ച് കുറെ നേരം ഓടി കുറച്ചു നേരം നടന്ന് അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സ്. ഇതെനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. കാരണം ഈ രണ്ടാമത്തെ വഴി കൂടെയാണ് പോയിട്ടുള്ളത്. കാരണം ഓടിയും വെപ്രാളപ്പെട്ട് ഓടി അങ്ങനെയൊക്കെയാണ് മിക്കവാറും ഞാൻ കൊച്ചിന്റെ ഡേ കെയറിൽ എത്തിയിട്ടുള്ളത്. സോ ഐ വെരി വെൽ റിമെമ്പർ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് 15 മിനിറ്റ്സ്. അപ്പൊ അങ്ങനെ നമ്മൾ ഫ്രൈഡേ കൊച്ചുവിന് നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തു. പിന്നെ ഉള്ളത് സാറ്റർഡേ സൺഡേ. ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ്. ഇതുവഴി ഡ്രൈവിങ്ങും എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സാറ്റർഡേ സൺഡേ വി കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ഫോർ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കൊച്ചുവിന്റെ ഡേ കെയറിലോട്ടും, പിന്നെ എനിക്ക് അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗ്രോസറി ഷോപ്പിംഗ്, പിന്നെ സാധനം മേടിക്കേണ്ട, പിന്നെ അത്യാവശ്യം ഇപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഒക്കെ വരുവാണെങ്കിൽ അവിടെ, അങ്ങനെ 3-4 സ്ഥലത്തോട്ട് എനിക്ക് പോകേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ ഞാനും ബിബിനും, പിന്നെ ആ സമയത്ത് ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ് ആലിസനെയും കൂടെ ഞാൻ കൂടെ കൂട്ടി. ആലിസൺ അന്ന് എൻ്റെ ഫ്രണ്ട് ആയിരുന്നൊന്നും പറയാൻ പറ്റത്തില്ല, കൂടെ ഉള്ള ഒരു കൊളീഗ്, അത്രേ ഉള്ളൂ. ആലിസണോട് ചോദിച്ചൊന്ന് വരാവോ, കാരണം ഞാൻ ഇവിടെ പുതിയതായിട്ട് ഡ്രൈവ് ചെയ്യുവാണ്, അപ്പൊ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് എൻ്റെ കൂടെ ഇരിക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും ബിബിനും ആലിസനും കൂടെ ഞങ്ങൾ ഇരുന്ന് കുറച്ച് ഡ്രൈവിങ് ഒക്കെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൺഡേ മോർണിംഗ് ബിബിൻ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. മൺഡേ മോർണിംഗ് ബിബിൻ തിരിച്ച് രാവിലെ ഏർലി മോർണിംഗ് പോയിട്ട് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ബിബിൻ നാട്ടിലോട്ട് പോയി. ഞാൻ ഇനി ഒറ്റയ്ക്കാണെന്ന് റിയലൈസേഷൻ ഹിറ്റ് ചെയ്യാനുള്ള സമയം പോലും എനിക്കില്ല. കാരണം എനിക്കിനി കൊച്ചിനെ റെഡിയാക്കി കൊച്ചിനെ സ്കൂളിൽ ഡേ കെയർ കൊണ്ടേ ആക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഓഫീസിൽ ലാബിൽ പോകണം. ഐ വാസ് പോസ്റ്റ് ഡോക്ക് അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, അപ്പൊ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഡോക്ക് ആണ് ഞാൻ. അപ്പൊ അവിടെ പോകണം, അങ്ങനത്തെ 100 കാര്യങ്ങളുണ്ട്. അപ്പൊ കൊച്ചിനെ ഡേ കെയർ കൊണ്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ആ സമയം എനിക്കൊന്ന് അവനൊരു 3 or 4 ടൈപ്പ് ഓഫ് ഫുഡ് നമ്മൾ പാക്ക് ചെയ്യണം. മോർണിംഗ് സ്നാക്സ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് സ്നാക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഓഫ് ഫുഡ് പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇവന് എന്താ സംഭവിക്കാൻ പോകുന്ന കൊച്ചിനൊരു പിടിയില്ലല്ലോ. കൊച്ചി ഇത്രയും ദിവസവും വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. കാരണം ബിബിൻ ഇടയ്ക്ക് നാട്ടിൽ പോകേണ്ടി വരും എന്നുള്ള കാരണം നമ്മള് ബിബിൻ നല്ല രീതിയിൽ അങ്ങനെ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ജോലിയൊന്നും നോക്കി തുടങ്ങിയിട്ടില്ലായിരുന്നു. സോ ബിബിൻ ആൻഡ് കുച്ചു വാസ് സിറ്റിംഗ് അറ്റ് ഹോം ഓൾ ദ ടൈം. അപ്പൊ കുച്ചുവിന് ഇതുവരെ ഇങ്ങനെ ഡേ കെയർ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പൊ ഇവന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇവൻ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ഇവനെ പെട്ടെന്ന് ഞാൻ കുത്തിപ്പൊക്കി ഡ്രസ്സൊക്കെ ഇടിച്ച് അവന് പുതിയ ബാഗ് കിട്ടിയപ്പോൾ അവൻ എക്സൈറ്റഡ് ആയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബാഗ് കൊടുത്തു ആൻഡ് അവനെ പാക്ക് ചെയ്ത് നമ്മൾ കാർ സീറ്റിലൊക്കെ ഇരുത്തി അവനെ ഞാനിങ്ങനെ, അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിങ്ങിപ്പൊട്ടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ബിബിൻ പോയിന്റ് ഒരു നല്ല വിഷമമുണ്ട്, പക്ഷെ എനിക്ക് ഞാൻ ഫുൾ ബിസി ആണല്ലോ, ഓക്കുപ്പൈഡ് ആണ്. അപ്പൊ ഇവനെ ഇങ്ങനെ റെഡിയാക്കി ഞാൻ ഡേ കെയറിൽ കൊണ്ട് അവനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് 1 മിനിറ്റ് പോലും ഞാൻ അവിടെ നിന്നില്ല. അവനെങ്ങാനും കരഞ്ഞ അതിനേക്കാളും അപ്പുറം ഞാൻ കരയുമെന്ന് എനിക്കറിയാം. അത് കാരണം അവനെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഒറ്റ ഓട്ടത്തിന് തിരിച്ച് കാറിൽ വന്ന് കയറി കാർ ഓടിച്ചിട്ട് ഞാൻ കാറ് പാർക്ക് ചെയ്യുന്നത് അതിന് വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം ഞാൻ കാർ അന്ന് പാർക്ക് ചെയ്യുന്നത് എവിടെയാന്ന് വെച്ചാൽ തിരിച്ച് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തൊന്നും എനിക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെയൊക്കെ പെയ്ഡ് പാർക്കിംഗ് ആണ്. നമ്മൾ അവിടെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. ഫ്രീ പാർക്കിംഗ് എവിടെയില്ല. അപ്പൊ ഞാൻ എൻ്റെ കാറും എടുത്തോണ്ട് തിരിച്ച് എൻ്റെ അപ്പാർട്ട്മെന്റിലോട്ട് വരും. അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഞങ്ങളുടെ യൂഷ്വൽ പാർക്കിംഗ് ഉണ്ടല്ലോ, അവിടെ ഞാൻ പാർക്ക് ചെയ്യും. എന്നിട്ട് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ച് എൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് നടക്കും. ഒരു 25 മിനിറ്റ്സ് നടത്തമുണ്ട് യൂണിവേഴ്സിറ്റിയിലോട്ട്. അങ്ങനെ ഒരു വിചിത്രമായ ഒരു കാര്യമായിരുന്നു അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പെയ്ഡ് പാർക്കിങ്ങിന്, എൻ്റെ യൂണിവേഴ്സിറ്റിയിലുള്ള പെയ്ഡ് പാർക്കിംഗ് എത്രയാണെന്ന് വെച്ചാൽ മന്ത്ലി $100 അതായിരുന്നു. അപ്പൊ മന്ത്ലി $100 എനിക്ക് എടുക്കാനില്ല എന്ന് ചോദിച്ചാൽ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് ഓപ്റ്റ് ചെയ്തില്ല. ഓക്കെ, എനിവേ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത സെക്ഷനിൽ പറയുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം ഞാൻ തിരിച്ചെന്റെ ലാബിൽ വരുന്നു. ഇപ്പൊ എനിക്ക് പതുക്കെ ബിബിൻ പോയി, ഇനിയിപ്പോ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം പതുക്കെ എനിക്ക് ഹിറ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ ലാബിൽ വന്നു. ലാബിൽ എൻ്റെ അവിടുത്തെ ഒരു വാഷ്റൂമിൽ പോയി ഞാൻ കുറെ നേരം ഒറ്റയടിക്ക് അങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് യെസ് ഐ എം സ്ട്രോങ്, ഐ എം ഗോയിങ് ടു ഡീൽ ദിസ് എന്നുള്ള ഒരു ധൈര്യത്തിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. പക്ഷെ ഇനി എനിക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ലെന്ന് വെച്ചാൽ ഇതെല്ലാ ദിവസവും കൊച്ചിനെ കൊണ്ട് ആക്കണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ഒരു ഭയങ്കര കുറെ സ്റ്റെപ്സ് ഞാൻ ഓവർകം ചെയ്യാനുണ്ട് എന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഐ കെയിം ബാക്ക്.
എന്നിട്ട് അന്നത്തെ ദിവസം അങ്ങനെ ലാബ് കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോയി കൊച്ചിനെ പിക്ക് ചെയ്തു. ഞങ്ങൾ വീട്ടിലെത്തി തിരിച്ചു വീട്ടിനകത്തോട്ട് കയറിയപ്പം എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ലോൺലിനെസ്. ലൈക്ക് എനിക്ക് തോന്നുന്നു ഐ വാസ് ഇൻ വെരി ഡിഫറെന്റ് പ്ലാനറ്റ്. ഞാൻ ഭൂമിയിലാന്ന് പോലും എനിക്ക് തോന്നില്ലേ, വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഐ ഫെൽ സോ ലോൺലി. എനിക്ക് അവിടെ പറ്റുന്നേ ഇല്ല. ലൈക്ക് ഞാൻ എവിടെയാണ്, എനിക്ക് ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കായി ഒരു കൊച്ചുമായിട്ട്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോ എന്താ ചെയ്യുന്ന. അന്ന് ഞങ്ങളുടെ ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ ഒരു ബെഡ്റൂം എന്തായാലും ഫ്രീ ആയിട്ട് കിടക്കുവാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ഇത് സബ് ലീസിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇവിടെ, നമുക്ക് സബ് ലീസ് ചെയ്യാം. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ ഈ ബെഡ്റൂം സബ് ലീസ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടുമായി, എനിക്ക് അത്യാവശ്യം ഒരു എക്സ്ട്രാ ഇൻകം ആയി. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ ഇട്ടു, ഇങ്ങനെ സബ് ലീസിങ്ങിന് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ഇട്ടു. അപ്പൊ അത് കണ്ടിട്ട് ആദ്യമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്ത ആളാണ് നമ്മുടെ കെയ്റ്റ്. അപ്പൊ കെയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു MSc അല്ല BSc നഴ്സിംഗ് ആണോ എന്തോ സം കൈൻഡ് ഓഫ് നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ലൈക്ക് 22, ഷി വാസ് സോ യങ് അറ്റ് ദാറ്റ് ടൈം, 22, 23 അത്രേ പ്രായമുള്ളൂ. അപ്പൊ കെയ്റ്റിന് താല്പര്യമുണ്ട് ഇന്ന് തന്നെ വന്ന് കണ്ടോട്ടെ എന്ന്. അല്ല ഇന്നപ്പൊ എനിക്കൊന്ന് അന്ന് അപ്പൊ രാത്രിയായി, അപ്പൊ നാളെ അപ്പൊ ഞാൻ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ വെരി നെക്സ്റ്റ് ഡേ, അന്ന് എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, മെയ് 10th എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ വന്ന ആളാണ്, എന്റെ ലൈഫിലോട്ട് വന്ന ആളാണ് കെയ്റ്റ്. അപ്പൊ കെയ്റ്റ് എന്റെ വീട്ടിലോട്ട് വരുന്നു. അപ്പൊ കെയ്റ്റ് വരുന്നതുകൊണ്ടല്ലോ ഒരു ലോറി നിറച്ച സാധനങ്ങളുമായിട്ടാണ് കെയ്റ്റ് വരുന്നത്. കെയ്റ്റിന്റെ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ പറഞ്ഞ കെയ്റ്റിന് കൊടുത്ത ആ റൂമിൽ കൊണ്ട് കെയ്റ്റിന്റെ സാധനങ്ങളെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴേനും കെയ്റ്റിന്റെ ആ റൂമിൽ നിന്ന് ഇരിയാനുള്ള സ്ഥലമില്ല, അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടെ എന്തൊരു വിചിത്രമായ ഒരു ആചാരമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ സമ്മർ ബ്രേക്കില് ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ അങ്ങ് വെക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 3 months ആണ് അവർക്ക് സമ്മർ ബ്രേക്ക്. 3 months കഴിയുമ്പോഴത്തേനും ദേ ക്യാൻ കം ബാക്ക്. അപ്പൊ ഈ 3 മാസം ഇതുപോലെ ഇത്ര സാധനങ്ങളൊക്കെ ഉള്ള പിള്ളേരൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ കെയ്റ്റ് എങ്കിൽ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്ന കാരണം എനിക്ക് നന്നായി. കെയ്റ്റ് എന്റെ അപ്പാർട്ട്മെന്റിൽ വന്നു, കെയ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. പക്ഷേ കെയ്റ്റ് ഏകദേശം ഒരു മാവേലിയുടെ പോലെ ആയിരുന്നു കേട്ടോ. അവിടെ 3 മാസത്തേനാണ് വന്നതെങ്കിലും കെയ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു കൂടി വന്ന ഒരു 15 ദിവസം അവിടെ നിന്നിട്ടുള്ളൂ, എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നിട്ടുള്ളൂ. കെയ്റ്റ് പറയും ഇറ്റ്സ് വെരി ഹോട്ട് ഹിയർ, ഭയങ്കര ചൂടാണ്. കെയ്റ്റ് വന്ന സമയത്ത് സമ്മറിന്റെ സമയമായിരുന്നു. എന്റെ അപ്പാർട്ട്മെന്റ് AC ഒന്നും ഇല്ല, ഞാനൊരു പാവപ്പെട്ട ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ AC ഒന്നും ഇല്ല. അപ്പൊ കെയ്റ്റ് പറയും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞിട്ട്. കെയ്റ്റിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട്. കെയ്റ്റ് എപ്പോഴും കെയ്റ്റിന്റെ ബോയ് ഫ്രണ്ട് അപ്പാർട്ട്മെന്റിലായിരുന്നു. പക്ഷേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്ന കാരണം എനിക്ക് മന്ത്ലി പുള്ളിക്കാരി ഞാൻ പറഞ്ഞിരുന്ന ഒരു സബ് ലീസിങ് എമൗണ്ട് ഉണ്ടല്ലോ, റെന്റ് പോലെ, അത് കറക്റ്റ് ആയിട്ട് തരുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യും. അപ്പൊ കെയ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് നല്ല ആശ്വാസമുള്ള സമയമായിരുന്നു. അപ്പൊ ഞാനും കെയ്റ്റും കൂടെ കുക്കൊക്കെ ചെയ്യും. അന്ന് ഞാനും കെയ്റ്റുമായിട്ട് ഒരു വ്ളോഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കെയ്റ്റ് ഈസ് എ കൊറിയൻ, ഓക്കെ, ഷീസ് ഫ്രം സൗത്ത് കൊറിയ. സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ ഇവിടെ അമേരിക്കൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണ്, ബട്ട് ഹെർ പേരൻസ് ആർ ഫ്രം സൗത്ത് കൊറിയ. അപ്പൊ അവിടെ സൗത്ത് കൊറിയൻ ഡിഷും അങ്ങനെയാണ് ഞാൻ കുറെ സൗത്ത് കൊറിയൻ ഡിഷൊക്കെ അന്ന് ആദ്യമായിട്ട് കഴിക്കുന്നതും. ആൻഡ് ദാറ്റ് വാസ് എ വണ്ടർഫുൾ ടൈം. ലൈക്ക് കെയ്റ്റുമായിട്ട് ഉണ്ടായിരുന്ന കുറച്ച് സമയങ്ങളാണ് ഈ ഒരു 4 മാസത്തെ എന്റെ ചലഞ്ചിങ് ആയിട്ടുള്ള സമയത്തിൽ എനിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടായിരുന്ന സമയം. ഓക്കെ, എനിവേ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ കെയ്റ്റ് ഇങ്ങനെ വന്നു, കെയ്റ്റ് പോയി. കെയ്റ്റ് ഇടയ്ക്ക് വരുന്നു പോകുന്നു, അത് അതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നു. പക്ഷെ എന്റെ ചലഞ്ചസ് എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ആദ്യത്തെ ഒരു ദിവസം കൊച്ചു പോയി, ഞാൻ ഇങ്ങനെ അങ്ങ് പോകുന്നു. ആ ഒരു വീക്കെൻഡ് ആയപ്പം അങ്ങനെ ഒരു തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഞാൻ തള്ളി നീക്കി. അങ്ങനെ വെള്ളിയാഴ്ച ആവാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേനും ഞാനങ്ങ് ബേൺഡ് ഔട്ടാണ്, ഫുള്ളും അങ്ങ് തളർന്ന് തകർന്ന് തരിപ്പണമായി കാണും. കാരണം കൊച്ചുവിനെ കൊണ്ടുപോകുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഗ്രോസറി ഷോപ്പിംഗ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ലാബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടു മച്ച് വർക്കാണ് അവിടെ. അപ്പൊ അവിടുത്തെ വർക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വർക്ക് കഴിഞ്ഞിട്ട് അപ്പാർട്ട്മെന്റിലോട്ട് നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് കാർ എടുത്തിട്ട് വരുന്നു. കൊച്ചുവിന്റെ വാശികള്, പ്രശ്നങ്ങള്, 100 പ്രശ്നങ്ങള്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് 3ാം നിലയിലാണ്. 3ാം നിലയിൽ ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണ്, അവിടെ ലിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ 3 നിലയും നമ്മൾ കയറി ഇറങ്ങണം. അപ്പൊ കൊച്ചു അന്ന് അത്യാവശ്യം നല്ല വാശിയുള്ള ഒരു കൊച്ചായിരുന്നു. അവൻ ഈ കയറ്റവും ഇറക്കമൊന്നും അവനെ കൊണ്ട് പറ്റും. ഇറങ്ങുന്ന വേണമെങ്കിൽ പുള്ളി ഇറങ്ങും, ഹി വോണ്ട് ക്ലൈംബ് അപ്പ്. ഞാനപ്പൊ അവനെ എന്റെ തോളത്ത് വെച്ച് വേണം, എന്റെ ബാഗ് അവന്റെ ബാഗും അവനെയും തോളത്ത് വെച്ച് ഈ 3 നിലയും ഞാൻ കയറി ഇറങ്ങണം. ഓക്കെ, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും വെള്ളിയാഴ്ച ആകുമ്പോഴത്തേനും ഞാനങ്ങ് തകരും. അപ്പൊ വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച രാത്രി കിടക്കാൻ നേരം ഇവനിങ്ങനെ ഒരു പ്രത്യേക തരം സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്.
ഇങ്ങനൊക്കെ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്. ഞാൻ എന്തുവാന്നൊക്കെ വിചാരിച്ചു. ഹോൾ നൈറ്റ് ഇങ്ങനെ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സൗണ്ട് കേൾപ്പിച്ച് ശനിയാഴ്ച ആയപ്പോഴത്തേനും, ശനിയാഴ്ച രാവിലെ ഞാൻ നോക്കുമ്പോഴേക്കും അവന്റെ ഞാൻ ഇതിനകത്ത് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിചാരിക്കും ഞാൻ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതാണ്. ഒരിക്കലല്ല, ഇത് ആണെങ്കിൽ ഭയങ്കര സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ്. അപ്പൊ ഇവന്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ കുടുകുടാന്നിങ്ങനെ വന്നോണ്ടിരിക്കുക, ലൈക്ക് മൂക്കൊലിപ്പ്. അപ്പൊ ഒരു ബക്കറ്റ് നമ്മൾ അടിയിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ ഒരു ബക്കറ്റ് കളക്ട് ചെയ്യാനുള്ള അത്രയും ഇങ്ങനെ മൂക്കിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുക, ലൈക്ക് ലോട്ട് ഓഫ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തുണി വെച്ച് ചീറ്റിക്കുന്നു, അടുത്ത തുണി എടുക്കുന്നു, ഇങ്ങനെ തുണികൾ മാറിക്കൊണ്ടിരിക്കും. അത്രയ്ക്കും ജലദോഷവും മൂക്കൊലിപ്പും ഇത് തന്നെ. ഒരു ശനിയാഴ്ച ഇതായിരിക്കും പരിപാടി. പിന്നെ അടുത്ത ദിവസം ഞായറാഴ്ച ആകുമ്പോൾ ഈ മൂക്കൊലിപ്പ് മാറി എക്സ്ട്രീം ടെമ്പറേച്ചർ, പനിയാവും. പിന്നെ പാരസെറ്റമോൾ, ടൈലിനോൾ എന്നാണ് ഇവിടെ പറയുന്നത്, അത് കൊടുത്തതിനും പനി നിൽക്കും. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ആകുമ്പോഴത്തേനും ചുമ, ഇതിന്റെ ബാക്കി ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചുമ. പിന്നെ അടുത്ത ആഴ്ച കണ്ടിന്യൂസ് ചുമയായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഒറ്റ ദിവസം ഒറ്റ എപ്പിസോഡാണ്. നോ, ത്രൂ ഔട്ട് ദിസ് 4 months ബിബിൻ എന്തോ ഭയങ്കര ലക്കി ആയിരുന്നു എനിക്ക് തോന്നുന്നു. ബിബിൻ വരുന്നതിന് കൃത്യം ഒരാഴ്ച മുന്നേ ഈ സംഭവങ്ങളൊക്കെ നിന്ന് കേട്ടോ. അപ്പം ബിബിൻ വരുന്നതിന്റെ ആ ഒരാഴ്ച മുന്നേ വരെ ഇതിങ്ങനെ റുട്ടീനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ലൈക്ക് വെള്ളിയാഴ്ച ഇവൻ ഈ ഒരു സൗണ്ട് കേൾപ്പിക്കും, ശനിയാഴ്ച മൂക്കൊലിപ്പിക്കും, ഞായറാഴ്ച പനി, പിന്നെ ചുമ. പിന്നെ ചില ദിവസങ്ങൾ ചില സമയം ഈ പനി അങ്ങ് എക്സ്ട്രീം ആവും, നമ്മുടെ കയ്യിൽ പാരസിറ്റമോളിലൊന്നും നിൽക്കത്തില്ല. അപ്പൊ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആന്റിബയോട്ടിക്സ് കൊടുക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ അതിങ്ങനെ പൊക്കോണ്ടിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഈ 2.5 വയസ്സ് വരെ കൊച്ചു നാട്ടിലായിരുന്നപ്പോ അവന് അധികം പുറത്തോട്ടൊന്നും എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അവനൊരു 1.5 വയസ്സൊക്കെ ആയപ്പോ തന്നെ നാട്ടിൽ ലോക്ക്ഡൌൺ ആയി, നമ്മൾ വീട്ടിനകത്തായി ഫുൾ ഇരിപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. നേരെ ഇങ്ങോട്ട് വന്ന് പിന്നെ ആദ്യത്തെ 2 മാസം ഇവിടെ അവൻ വീട്ടിലിരിപ്പായിരുന്നു. അത് കഴിഞ്ഞ് ബിബിൻ പോകുന്നതിന്റെ അന്ന് രാവിലെയാണ് നമ്മൾ കൊണ്ട് ഇവനെ ഡേ കെയറിലാക്കുന്നത്. അപ്പൊ ഡേ കെയർ എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്ക ഇസ് എ കൺട്രി ഫീൽഡ് വിത്ത് വെറൈറ്റി ഓഫ് പീപ്പിൾ. എല്ലാ രാജ്യത്തെ പിള്ളേരും അവന്റെ ഡേ കെയറിലുണ്ട്. ചൈനക്കാരുണ്ട്, ആഫ്രോ അമേരിക്കൻസ് ഉണ്ട്, ഇല്ലാത്ത നാട്ടുകാരൊന്നുമില്ല, എല്ലാവരും അവന്റെ ഡേ കെയറിലുണ്ട്. അപ്പൊ ഇവനെന്തോ ഒരു പ്രത്യേകതരം കോൺട്രാക്ട് ഏറ്റെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ ആഴ്ച ഞാൻ ചൈനക്കാരുടെ ഒരു വൈറസും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും, അടുത്ത ആഴ്ച ഇവരുടെ വൈറസും കൊണ്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഒരാഴ്ച ഇങ്ങനെ ഓരോ വൈറസുമായിട്ട് ഇവൻ വരും. ഇവന് അസുഖങ്ങൾ. അപ്പൊ ഇവൻ കൊണ്ടുവരുന്ന ചില വൈറസിന്റെ ഒന്നും ഇമ്മ്യൂണിറ്റി എനിക്കും കാണത്തില്ല, കാരണം ഞാൻ ഇതുമായിട്ട് ഞാനും എക്സ്പോസ്ഡ് ആയിട്ടില്ലല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്കും കിട്ടും ഒരടി. ചെറിയൊരു മാലപ്പടക്കെന്ന് വേണം എനിക്ക് പറയാം. ഇതിന്റെ ഇടയ്ക്ക് ഇവനിങ്ങനെ കുറച്ച് അമിട്ടും പൊട്ടിക്കുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരു സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ചകളിലാണ് ഇവന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ളത്. പക്ഷെ എങ്കിലും ചില സമയങ്ങളിൽ ഈ വെള്ളിയാഴ്ച ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അത് വ്യാഴാഴ്ചയാവും. ചിലപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ എത്തുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ചിലപ്പോൾ ഈ കലാപരിപാടി വ്യാഴാഴ്ച തന്നെ തുടങ്ങും. വ്യാഴാഴ്ച തന്നെ എനിക്കൊരു 5 or 6 ടൈംസ് എനിക്ക് തോന്നുന്നത് ഇവന്റെ ഡേ കെയർ എന്ന് എനിക്ക് എന്റെ ഫോണിലോട്ട് മെസ്സേജ് വരും. എന്താ മെസ്സേജ് എങ്ങനെയാന്ന് വെച്ചാൽ, റയാൻ ഈസ് വെരി സിക്ക്, ഹി ഈസ് ഹാവിങ് ദിസ് മച്ച് ടെമ്പറേച്ചർ, വി വാണ്ട് യു ടു കം ആൻഡ് പിക്ക് ഹിം വിത്തിൻ 15 minutes. 15 മിനിറ്റിനുള്ളിൽ ഇവനെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പൊക്കോണം എന്നാണ് അവരുടെ അറിയിപ്പ്. അപ്പൊ ഞാൻ മിക്കവാറും ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ എന്റെ ലാബിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് പൈപ്പറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഫോണിൽ മെസ്സേജ് വായിക്കുന്നത്. ഓക്കെ, ചില സമയം മെസ്സേജ് റയാൻ ഛർദ്ദിച്ച് അവശനായി, 15 മിനിറ്റിനുള്ളിൽ റയാനെ വന്ന് എടുത്തോണ്ട് പോക്കണം, ഇതായിരിക്കും മെസ്സേജ്. ആദ്യത്തെ റയാൻ അവശനായെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അവിടെ പകുതി അവശതയായി കാണും. കാരണം ആ സമയത്ത് എനിക്കൊന്ന് എന്റെ മെറ്റേണൽ ഹോർമോൺസ് ഒക്കെ നല്ല ഇങ്ങനെ ജിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ കാണുമ്പോൾ റയാൻ അവശനായി, എന്റെ കൊച്ചിന് എന്ത് പറ്റി, അവൻ അവശനായി, എന്ത് പറ്റി, ഇങ്ങനെ എന്റെ മനസ്സിൽ കൂടെ കുറെ തോട്ട് പ്രോസസ് ഇങ്ങനെ പോകും. അതിന്റെ പുറകെ അവരുടെ അടുത്ത മെസ്സേജ് 15 മിനിറ്റ്സിനുള്ളിൽ വന്ന് പിക്ക് ചെയ്തോണം. അപ്പൊ പിന്നെ അടുത്ത തോട്ടം എനിക്ക് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, 15 മിനിറ്റ്സിന് ഉള്ളിൽ ഞാൻ പോയി പിക്ക് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി അവനെ അവർ ആ ഡേ കെയറിൽ നിന്ന് പുറത്താക്കും. പുറത്താക്കിയാൽ പിന്നെ എനിക്ക് ഇവനെ ഒരു ഡേ കെയർ ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കും. കാരണം ഞങ്ങൾ ഇവിടെ എല്ലാം അന്വേഷിച്ചിട്ട് ഞങ്ങളുടെ പരിസരത്തൊന്നും വേറെ ഒരു ഡേ കെയറിൽ പോലും ഫ്രീ ആയിട്ടില്ല, വേക്കൻസി ഇല്ല. ഒരേ ഒരു ഡേ കെയർ ഇതാണ്. അപ്പൊ ഇവിടുത്തെ ഇത് പോയാൽ എന്റെ എല്ലാം താറുമാറാവും. 15 മിനിറ്റ്സിനുള്ളിൽ ഇവനെ കൊണ്ടേ പോയി പിക്ക് ചെയ്യുക, അതാണ് എന്റെ ടാർഗറ്റ്. അപ്പൊ ഞാൻ പൈപ്പറ്റ് ഞാൻ പതുക്കെ എന്ത് ചെയ്യണം നിൽക്കുക. അപ്പം എന്നെ 1-2 തവണയൊക്കെ ലൈക്ക് 1-2 തവണയല്ല, മിക്ക തവണ എന്റെ ലാബില് എന്റെ എന്തെങ്കിലുമൊക്കെ ശരിയാക്കി തന്നുകൊണ്ടിരുന്ന ആലിസനാണ് കേട്ടോ. അപ്പൊ ആലിസൻ പറയും, യു ഗോ ആൻഡ് ടേക്ക് കെയർ, അവന്റെ കാര്യം നോക്കൂ, ഞാൻ ഇവിടുത്തെ ലാബിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാന്ന് പറയും. അപ്പൊ ഇനി ഓടിപ്പോയി എനിക്ക് കുച്ചുവിനെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ എവിടെയാ കാറ് പാർക്ക് ചെയ്തേക്കുന്നതെന്ന്, $100 ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്റെ അപ്പാർട്ട്മെന്റിലാണ്. ഞാൻ അപ്പാർട്ട്മെന്റ് അങ്ങോട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് എനിക്ക് 25 മിനിറ്റ് നടന്നാലേ ഞാൻ അവിടെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കാറും എടുത്ത് ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് കുച്ചുവിന്റെ അവിടെ എത്തുമ്പോഴത്തേനും ഏകദേശം
10-40 മിനിറ്റ് എടുക്കും. ഐ ഹാവ് ഓൺലി 15 minutes വിത്ത് മീ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ കാർ എടുക്കാൻ പോകത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ എൻ്റെ ലാബിൽ നിന്ന് ഇറങ്ങി ഓടും. അങ്ങനെയാണ് ഈ 15 മിനിറ്റ്സ് ഞാൻ കറക്റ്റ് എനിക്ക് അറിയാവുന്ന. ഞാൻ ഓടും, പിന്നെ ഇടയ്ക്ക് നിൽക്കും, പിന്നെ ഓടും, നിൽക്കും. അങ്ങനെ ഒരു വിധത്തിൽ കൊച്ചിനെ പോയി എൻ്റെ കൈ മേടിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് സമാധാനം ആകുന്നത്. ആ 15 മിനിറ്റ്സ് ടാർഗറ്റ് ഞാൻ കറക്റ്റ് ചെയ്തു. എൻ്റെ കൊച്ചിനെ തിരിച്ചെൻ്റെ കൈ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ കൊച്ചിനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലോ, തിരിച്ച് വീട്ടിൽ എത്തിക്കണ്ടേ. തിരിച്ച് വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനി അവിടുന്ന് ഏകദേശം ഇവന്റെ അവിടുന്ന് ഡേ കെയറിൽ നിന്ന് എൻ്റെ വീട് വരെ 30 മിനിറ്റ് നടക്കണം. അപ്പൊ ഈ 30 മിനിറ്റ് നടക്കാനായിട്ടും ഞാൻ എന്ത് ചെയ്യും, ഞാൻ പൈസ അങ്ങ് ലാഭിച്ചങ്ങ് കുറെ പൈസ അങ്ങ് ഉണ്ടാക്കുമായിരുന്നു. കാരണം ഞാൻ അങ്ങ് നടക്കും, കഷ്ടപ്പെട്ട് അങ്ങ് നടക്കും. ഇവൻ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വാശിയുള്ള കൂട്ടത്തിലാണ്. ഇവൻ 1 മിനിറ്റ് സാധാരണ അവൻ ഓക്കെ ആയിരിക്കുമ്പോൾ തന്നെ അവൻ പറയാം എടുക്കമ്മ, അമ്മ എടുക്കമ്മ, എടുത്തു കഴിയുമ്പോൾ അവൻ പറയും പൊക്കമ്മ പൊക്കമ്മ, ഇങ്ങനെ പറയുമായിരുന്നു. അവന് മിക്കവാറും ഞാൻ എടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള കൊച്ച് അവശതയും കൂടെ ആയി കഴിയുമ്പോൾ ഇവൻ നടക്കത്തേ ഇല്ല. സോ ഐ ഹാവ് ടു ക്യാരി ഹിം. അവനെ എടുത്തോണ്ട് ഞാൻ ഇങ്ങനെ നടക്കും. നടന്നിട്ട് ഒരു 10 മിനിറ്റ് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലം കിട്ടുമോ ഇരിക്കും. അങ്ങനെ നടന്നു ഇരുന്നു. പിന്നെ വേറൊരു വലിയൊരു കടമ്പ കടക്കാനുണ്ട്. ഞങ്ങളുടെ വീട് വരെ എത്തണമെന്നുണ്ടെങ്കിൽ അന്നൊരു കവേർഡ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ. എന്തെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോ എൻ്റെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിവിടെ കാണിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കാണേണ്ടതാണ്. ആ കവേർഡ് ബ്രിഡ്ജിന് കുറേ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് എല്ലാം ഇവനെ ഞാൻ എടുത്തുകൊണ്ട് കയറി കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തും. വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് ഉണ്ടോ? റെസ്റ്റ് ഇല്ല. ഇതൊരു വയ്യാത്ത സിക്കായിട്ടുള്ള ഒരു കൊച്ചാണ്. അപ്പൊ ഒറ്റയ്ക്ക് അമ്മമാർക്കൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവും. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു 2.5 വയസ്സുള്ള കൊച്ചിനും വയ്യെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ, നമ്മൾ ഫുൾ ടൈം അവരെ എടുത്തുകൊണ്ട് നടക്കണം, അല്ലെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇത്രയ്ക്കും വയ്യാതിരിക്കുമ്പം ഞാൻ ഒറ്റയ്ക്ക് ഐ ഹാവ് ടു ടേക്ക് ഹിം ആൻഡ് ക്യാരി ഹിം. എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും അവന് ടൈലിനോള് കൊടുത്തു കഴിയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ അവൻ എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങുമല്ലോ. ആ സമയത്ത് ഞാൻ ഓടിപ്പോയിട്ട് എന്തെങ്കിലും കഞ്ഞിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ കഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഐ യൂസ് ടു ലിറ്ററലി ഗെറ്റ് മൈസെൽഫ് ബേൺഡ് ഔട്ട് എ ലോട്ട്. അപ്പൊ അത് ഒരു അമിട്ട് ഇങ്ങനെ വരുന്ന മെസ്സേജുകളായിരുന്നു ഈ ഒരു മാലപ്പടക്കത്തിന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇങ്ങനത്തെ ഓരോ ബോംബുകൾ. അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നു 3 or 4 ടൈംസ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോയിട്ട് അവനെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കയറി ഇറങ്ങി ഒരു വല്ലാത്ത കുറെ സ്ട്രഗിളിൽ കൂടെ പോയ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ലൈഫിൽ ആ ഒരു 4 months. ആ 4 months കഴിഞ്ഞിട്ട് വിപിൻ ഏകദേശം വരാറായപ്പോൾ ഇതെല്ലാം ഒന്ന് ശാന്തമായി. ഇവന് വരാനുള്ള ഇവൻ കോൺട്രാക്ട് എടുത്തിരുന്ന വൈറസുകളെല്ലാം ഇവന്റെ ദേഹത്ത് വന്ന് കയറി അതിന്റെ ഒക്കെ ഇമ്മ്യൂണിറ്റി ആയി 4 മാസം 5 മാസം ഒക്കെ ആയപ്പോഴത്തേന് അവൻ ഏകദേശം ബെറ്റർ ആയി. പക്ഷെ അവൻ വിപിൻ വരാറായപ്പോഴത്തേന് എന്നെ ഏകദേശം കുഴിയിലോട്ട് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായി. ഞാൻ ഓൾറെഡി എന്റെ മുടി നരയ്ക്കുന്ന ടൈപ്പാണ്. ലൈക്ക് എനിക്കൊരു 10-22 വയസ്സ് തൊട്ട് എന്റെ മുടി നരയ്ക്കുന്നതാണ്. അന്ന് പിന്നെ ആ സമയത്ത് എനിക്കൊന്നും എന്റെ ടെൻഷൻ എല്ലാം കൊണ്ട് എന്റെ ആ സമയത്ത് ഒരു ഫോട്ടോ വേണേ ഞാൻ കാണിക്കാം. ഫുൾ മുടിയൊക്കെ നരച്ച് ഞാൻ മെലിഞ്ഞ് കോലം കെട്ട് വല്ലാത്തൊരവസ്ഥയായി. എനിവേ, അപ്പൊ ഇതായിരുന്നു എന്റെ ഒരു ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ്. അപ്പൊ ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. ഇത്രയും സ്ട്രഗിൾ ഞാൻ അന്ന് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട് തോന്നാറുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും ഈ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് പാഠങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഈ സ്ട്രഗ്ലിംഗ് പീരീഡിൽ ഞാൻ പഠിച്ച മെയിൻ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഐ തിങ്ക് ഐ ക്യാൻ ലിവ് എനിവെയർ. എങ്ങനെ ഏതൊരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടിട്ടാലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ജീവിക്കാൻ പറ്റും. ഈ 2.5 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് ഞാൻ കുറെ ഇവിടെ കടന്ന് കളിച്ചതാണ്. കാരണം എനിക്കിവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് ഞാൻ ശരിക്കും അത്ര സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യങ്ങളില്ലായിരുന്നു. കുറേയൊക്കെ എനിക്ക് അന്ന് കുറച്ച് എൻ്റെ ലൈഫ് എനിക്ക് തന്നെ കുറച്ച് റീറൈറ്റ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ബേസിക്കലി എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു $100 മന്ത്ലി $100 ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ പാർക്കിംഗ് ലോട്ട് എടുക്കാണ്ട് ഞാൻ പോയിട്ട് മറ്റേ എൻ്റെ അപ്പാർട്ട്മെന്റ് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യായിരുന്നു. അത് കാരണം വന്ന കുറെ സ്ട്രഗിൾസ് ആണ് എനിക്ക് ഇതിന്റെ ആ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന മൊത്തം. അതല്ലാണ്ട് ആ ഒരു $100 എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിട്ടല്ല. പക്ഷെ ഞാൻ അന്ന് അത് ആ പൈസ എന്തിനാ ഞാൻ അങ്ങനെ സേവ് ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ശരിക്കും എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത്? നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് നമുക്കൊരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഞാൻ അവിടെ ചെയ്യുന്ന ഒരിക്കലും ലക്ഷറീസ് ആയിട്ട് ഞാൻ പൈസ കളയുമല്ല ചെയ്യുന്നത്. ശരിക്കും എൻ്റെ ഒരു നെസസിറ്റി ആയിരുന്നു അന്ന് അവിടെ അത് കാർ പാർക്കിംഗ് എടുക്കുക. കാരണം ഇങ്ങനൊരു ഇടയ്ക്ക് കൊച്ചിന് വയ്യാണ്ടാവും, എനിക്ക് ഇവനെ പിക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്ക് കാർ വേണം എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ എവിടെയോ എനിക്ക് മെന്റൽ ബ്ലോക്കാണ് പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട്. അതെന്താന്ന് വെച്ചാൽ, അന്ന് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും ഈ $100 അന്ന് ആ ഒരു സമയം എന്ന് വെച്ചാൽ $1 എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കും ഇന്ത്യൻ റുപ്പീസിലോട്ട്. അപ്പൊ അന്ന് $1, ഇന്നിപ്പോ 93 രൂപയൊക്കെയാണ്. അന്ന് എനിക്കൊന്ന് ഇറ്റ് വാസ് ലൈക്ക് 75 റുപ്പീസ് ആണ്. അപ്പൊ $1 75 രൂപ. അപ്പൊ $100 ഈക്വൽ ടു 7,500 റുപ്പീസ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ കാർ പാർക്കിംഗ് എടുക്കണമെന്നോ? നോ, ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്.
എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് അന്ന് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അത് ശരിക്കും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ പൈസ സേവ് ചെയ്യണം, ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് സ്പെൻഡ് ചെയ്യരുത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനുവേണ്ടി നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. യാ, പിന്നെ എനിക്ക് വേറെ ചെയ്യാൻ പറ്റും. ഓക്കെ, $100 ഞാൻ എടുക്കുന്നില്ല മന്ത്ലി, അവിടുത്തെ കാർ പാർക്കിംഗ് ഞാൻ എടുക്കുന്നില്ല. അത് എടുക്കുന്നില്ലായിരുന്നെങ്കിൽ തന്നെ ഞാനൊരു 5-6 തവണ ഞാൻ പറഞ്ഞല്ലോ, ഇവന്റെ ഡേ കെയറിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് വരുമ്പോഴത്തേനും ഞാൻ ഓടിപ്പോയി ഇവനെ പിക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് 30 മിനിറ്റ് ഞാൻ കഷ്ടപ്പെട്ട് തിരിച്ച് നടന്ന് എൻ്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോയിക്കൊണ്ടിരുന്ന കാര്യം. ശരിക്കും അത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ പലതവണ ഇവനെ പിക്ക് ചെയ്തിട്ട് യൂബർ വിളിക്കാം. യൂബർ ഡെഫിനറ്റ്ലി യൂബറും അങ്ങനത്തെ ക്യാബും ഒക്കെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ അത് വിളിക്കാനായിട്ട് പലതവണ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും, വീണ്ടും യൂബറിന് മിക്കവാറും $20, $25 അങ്ങനെയൊക്കെ, $20. അപ്പൊ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഈ കൺവേർഷൻ ആണ്, ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കും. ഇത്ര രൂപ പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ എന്നിട്ട് ഞാൻ എന്നെ കടന്ന് കഷ്ടപ്പെട്ട് ഇതിങ്ങനെ കഷ്ടപ്പെട്ട് ഇവനെ എടുത്തോണ്ട് പോകും. എന്നിട്ട് ഞാനപ്പം സത്യം പറഞ്ഞാൽ എന്റെ സ്ട്രഗിൾസ് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച കുറെ സ്ട്രഗിൾസ് ആയിരുന്നു. ഇവന്റെ അസുഖം വരുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അസുഖം അത് വരും. പക്ഷെ ഞാൻ അതിനകത്ത് കുറെ കഷ്ടപ്പെട്ടത് ഞാൻ തന്നെ കാണിച്ചു കൂട്ടിയ കുറെ കാര്യങ്ങൾ കൊണ്ടിട്ടായിരുന്നു. അപ്പൊ ഈ പൈസ സേവ് ചെയ്യാൻ വേണ്ടി അതും ഞാൻ യൂബർ ബുക്ക് ചെയ്യത്തില്ല, ഞാൻ അങ്ങനെയും കഷ്ടപ്പെടുമായിരുന്നു. പിന്നെ നിങ്ങൾ ചോദിക്കുക, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നില്ല. ഡെഫിനറ്റ്ലി എന്റെ ചുറ്റിനും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ഞാൻ പറഞ്ഞ ഈ ആലിസൺ ഉണ്ടല്ലോ, ആലിസൺ എന്നെ 2-3 തവണയൊക്കെ എന്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് ആലിസന്റെ കാറും എടുത്തിട്ട് വന്നിട്ട് എന്നെ കൊച്ചുനെ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ വേറൊരു സ്വഭാവം എനിക്കുണ്ട്. വേറൊരു സ്വഭാവം എന്താന്ന് വെച്ചാൽ, എനിക്ക് വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങാനും അവരെങ്ങാനും നോ പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഹെൽപ്പ് ചോദിക്കത്തില്ല. അപ്പൊ ഈ പല തവണയും ഞാൻ ഇങ്ങനെ ഓടിപ്പോകുന്ന കാര്യം ഞാൻ ഇങ്ങനെ ആരോടും പറയത്തില്ല. അപ്പൊ പറഞ്ഞാൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയും. എനിക്കത് എന്റെ ഈഗോ ആണ്. ഐ ഡോണ്ട് നോ വാട്ട് വാസ് മൈ പ്രോബ്ലം. ഞാൻ ഹെൽപ്പ് ചോദിക്കത്തില്ല. അപ്പൊ പലതവണ ആലിസൺ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും ആലിസനെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഹെൽപ്പ് ചോദിക്കായിരുന്നു. കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണം ചോദിച്ചു മേടിക്കാൻ. അതൊന്നും ചോദിച്ചു മേടിക്കാണ്ട് അയ്യോ എനിക്ക് സ്ട്രഗിൾ ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. പലതവണയും ഞാനിങ്ങനെ ഈ വയ്യാത്ത കൊച്ചുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോലും പറ്റാറില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, ഈശ്വരാ, ആരെങ്കിലും ഒന്ന് വന്ന് കുറച്ച് ഫുഡ് തന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വിചാരിക്കും ആരും തന്നില്ലല്ലോ എന്ന് ഞാൻ തന്നെ ഇങ്ങനെ പരാതിപ്പെടും. ബട്ട് ദാറ്റ് വാസ് നോട്ട് നെസസറി. അതല്ലായിരുന്നു വേണ്ടത്. ഇങ്ങനെ കൊച്ചുവിന് ഇങ്ങനെ വയ്യ, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വയ്യ, എന്തെങ്കിലും കുറച്ച് ഫുഡ് തരാവോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ തരാം മനസ്സുള്ള ഒത്തിരി ആൾക്കാർ എന്റെ ചുറ്റിനും ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഇത് കാരണം ഞാൻ ചോദിക്കത്തില്ലായിരുന്നു. അങ്ങനെ എന്റെ ലൈഫ് ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ എന്റെ സ്ട്രഗിൾ കൂട്ടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. സോ അതാണ് എനിക്ക് പറ്റിയ കുറച്ച് പ്രശ്നങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഞാൻ പഠിച്ച വേറൊരു പാഠം എന്താന്ന് വെച്ചാൽ, എന്റെ ഹസ്ബൻഡിന്റെ ഒരു വലിയൊരു വില എന്താണ് എന്റെ ജീവിതത്തിൽ എന്നുള്ളത് ഞാൻ ശരിക്കും മനസ്സിലാക്കി കേട്ടോ. കാരണം ബിബിൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട്, എനിക്ക് പറയുമ്പോൾ എന്റെ കണ്ണു നിറയും. ഓക്കെ, ബിബിൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ എത്രത്തോളം അർത്ഥം ഉണ്ടായിരുന്നു. കാരണം ബിബിൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നൊന്നും ഞാൻ അറിയാറുമില്ല, കാണാറ് പോലും ഇല്ല, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. ലൈക്ക് അപ്പം എത്രത്തോളമാണ് ബിബിന് എന്റെ ലൈഫിലുള്ള സ്ഥാനം എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ലൈഫിൽ പല കാര്യങ്ങളും ഇങ്ങനെ ഈസി ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് ബിബിന്റെ ഒരു വലിയ സപ്പോർട്ട് ഉള്ള കാരണമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വെരി സ്മോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു 3 നില മുകളിലാണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് മൊത്തം, ഈ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ഈ സ്റ്റെപ്പ് മൊത്തം നമ്മൾ കയറണം, ഈ സാധനം എടുത്തോണ്ട് കയറണം. അപ്പൊ ബിബിൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ സാധനങ്ങൾ എങ്ങനെയാണ് മുകളിൽ എത്തിക്കൊണ്ടിരുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ബിബിൻ പോയപ്പോഴാണ് ലിറ്ററലി ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ബിബിൻ പോയപ്പോഴാണ് ഈ ഗ്രോസറി സാധനങ്ങളും കുച്ചുമൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഈ സാധനങ്ങളും എടുത്ത് ഞാൻ മോളിൽ കയറണം, അത് കഴിഞ്ഞ് വന്നിട്ട് കുച്ചുവിനെ എടുത്ത് മോളിൽ കയറണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ അറിയാണ്ട് എന്റെ ലൈഫിൽ വളരെ ഈസി ആയിട്ട് പൊക്കോണ്ടിരുന്നത് ബിബിന്റെ ഒരു വലിയൊരു പ്രസൻസ് ആയിരുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ 4 മാസം കഴിഞ്ഞിട്ട് ബിബിൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം, ഭയങ്കര സ്നേഹവും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് പിന്നെയും നമ്മുടെ സ്വഭാവമല്ലേ. പക്ഷെ എന്റെ ബാക്ക് ഇൻ മൈ ഹെഡ് അന്നത്തെ ആ ഒരു 4 മാസത്തെ ഇതിൽ നിന്ന് എനിക്ക് ഭയങ്കര ഷുവർ ആയിരുന്നു, ലൈക്ക് വാട്ട് ഈസ് ഹിസ് ഇമ്പോർട്ടൻസ് ഇൻ മൈ ലൈഫ് എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. നമ്മൾ മനുഷ്യരാകുമ്പോൾ ഭാര്യയും ഭർത്താവും നമ്മൾ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ അത് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ എപ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഐ നോ ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഹീസ് ഇൻ മൈ ലൈഫ് എന്നുള്ളത് എനിക്ക് നല്ലപോലെ മനസ്സിലായി. അങ്ങനെ ഇതൊക്കെ ആയിരുന്നു എനിക്ക് എന്റെ ലൈഫില്
ദ മോസ്റ്റ് സ്ട്രഗ്ലിംഗ് പീരീഡ് ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു 4 മാസങ്ങളായിരുന്നു. ആൻഡ് ഇറ്റ് മെയ്ഡ് മീ ഡെഫിനറ്റ്ലി സോ സ്ട്രോങ്. ഇന്നിപ്പോൾ എന്തെങ്കിലും ചെറിയ കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ആയിരിക്കും, ആ 4 മാസവും ഞാൻ എടുത്ത കഷ്ടപ്പാടിന്റെ വാലെ കെട്ടാൻ കൊള്ളത്തില്ലല്ലോ ഈ പ്രശ്നങ്ങളൊന്നും. അന്ന് എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് പുല്ലുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ നമുക്ക് വേണം. വന്നാലേ നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരുടെ ഒരു വാല്യൂവും ഒക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ struggling phase of my life and the lessons that I learned from there. I hope you all like this video. I will see you all with another video. Till then, you all take care. Bye bye.